നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വിജയും തൃഷയും പ്രണയബന്ധത്തിലാണെന്ന് കോളിവുഡിൽ ഏറെ നാളായുള്ള അഭ്യൂഹമാണ്. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടുകയായിരുന്നു. ഇതിനിടെ സംഗീത ഡിവോഴ്സ് കേസ് പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും കുറ്റപ്പെടുത്തലും പരിഹാസവും തൃഷയ്ക്ക് തന്നെയാണ്. വിജയ് തൃഷയ്ക്ക് അത്ര കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുമില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് നടി തൃഷ കൃഷ്ണൻ. ചെന്നൈ ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന തമിഴ്നാട് സർക്കാരിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയ തെന്നിന്ത്യൻ താരം തൃഷയുടെ അമ്മയുടെയും വീഡിയോകളും ഫോട്ടോകളുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ വിജയുടെ മാതാപിതാക്കൾക്കൊപ്പം VIP വിഭാഗത്തിന് അനുമതി ലഭിച്ച ആദ്യ നിരയിലാണ് തൃഷയും അമ്മയും ഇരുന്നിരുന്നത്. തൃഷയെ കൂടാതെ സിനിമ, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് രണ്ട് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം വിജയ് പങ്കെടുക്കുന്ന പ്രധാന ഔദ്യോഗിക ചടങ്ങുകളിൽ ഒന്നാണ് ഇത്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന പരേഡിലും മറ്റ് ഔദ്യോഗിക പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പരേഡിനിടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗാലറിയിൽ ഇരുന്ന തന്റെ മാതാപിതാക്കളുടെയും നടി തൃഷയുടെയും നോക്കി വിജയ് സല്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഉടനടി അവർ എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തിരികെ സല്യൂട്ട് ചെയ്യുന്ന രംഗങ്ങളും ഇപ്പോൾ വൈറലാണ്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലും തൃഷയും അമ്മയും വിജയുടെ മാതാപിതാക്കളോടൊപ്പം പങ്കെടുത്തിരുന്നു. എന്നാൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരുന്നത്. നടന്റെ ഭാര്യ സംഗീത പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്കാണ് തൃഷ എത്തിയിരിക്കുന്നത്. ഇതിനാൽ തന്നെ ആ അമർഷവും ആരാധകരും തമിഴ്നാട് ജനതയുടെയും കമന്റുകളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് വിജയുടെയും ഭാര്യയുടെയും വേർപിരിഞ്ഞെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ തൃഷയ്ക്ക് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. വിജയ് പങ്കെടുക്കുന്ന ഇത്തരം പൊതുപരിപാടികളിൽ തൃഷയുടെ സാന്നിധ്യവും പതിവാണ്. എന്നാൽ നടന്റെ ഭാര്യ സംഗീത സ്വർണലിംഗം നൽകിയ വിവാഹമോചന ഹർജി അടുത്തിടെയാണ് പിൻവലിച്ചത്. അതിനാൽ തന്നെ ഇരുവരും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത വിവാഹമോചനം എന്നതിൽ നിന്ന് പിന്മാറിയതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചതിനാലാകാം വിവാഹമോചനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സംഗീത എത്തിയതെന്നും മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ ഭാര്യയെയും മക്കളെയും വിജയ് കൊണ്ടുവരും എന്നുമായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. സംഗീതയുടെ സ്ഥാനത്ത് തൃഷ പ്രത്യക്ഷപ്പെട്ടതോടെ എന്തുകൊണ്ടാണ് സംഗീത ഹർജി പിൻവലിച്ചതെന്ന ആ സംശയമാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നത്. വിജയുടെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൃഷ പങ്കെടുത്തതും വലിയ മാധ്യമ ശ്രദ്ധ നേടിയതാണ്. ഇതോടെ നടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളും വന്നിരുന്നു. വിജയ് ഒഴിഞ്ഞു നൽകിയ ട്രിച്ചി സീറ്റിൽ തൃഷ മത്സരിക്കും എന്ന ഊഹാപോഹങ്ങളും പട്ടികയിൽ ഉണ്ടായിരുന്നു. ഇതോടെ മറ്റൊരു ജയലളിതയുടെ ആരോപണമാണോ തമിഴകം സാക്ഷ്യം വഹിക്കുക എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. തമിഴകത്തിന്റെ രണ്ടാം അമ്മ എന്നുവരെ തൃഷയെക്കുറിച്ച് ലേഖനങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. വൈകാതെ വിജയ് തൃഷയെ വിവാഹം കഴിക്കുമെന്നും പ്രചരിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു ആന്റി ക്ലൈമാക്സ് വന്നത്. തൃഷയെ സംബന്ധിച്ച് ഒരു സുനാമിയായിരുന്നു അത്. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നിരുപാധികം പിൻവലിക്കുകയായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തൃഷയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. തൃഷ സൈഡായി, വിജയ് കുടുംബം ഒന്നായി തുടങ്ങിയ കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തൃഷ എന്ത് ചെയ്യും എന്ന വലിയ ചോദ്യമാണ് തമിഴ് മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയതോടെ വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 43-കാരിയായ തൃഷ വിവാഹിതയല്ല. ഒരിക്കൽ നിശ്ചയിച്ചിരുന്നു എങ്കിലും വിവാഹം നടക്കുന്നതിന് മുൻപ് ആ ബന്ധം വേണ്ട എന്ന് വെക്കുകയായിരുന്നു നടി. 2015-ൽ തമിഴ്, തെലുങ്ക് സിനിമാ ലോകത്തെ മുൻനിര നടിയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് വ്യവസായി വരുൺ മാനിയുമായുള്ള വിവാഹ നിശ്ചയം തൃഷയ്ക്ക് പ്രഖ്യാപിച്ചത്. വിവാഹ നിശ്ചയം നടക്കുവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരെല്ലാം വലിയ അത്ഭുതത്തോടെയായിരുന്നു അത് കേട്ടത്. എന്നാൽ അവരുടെ വിവാഹം താമസിയാതെ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായി വരുൺ മാനിയുമായിട്ടുള്ള വിവാഹമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. തൃഷയും വരുണും ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണെന്നോ എവിടെയാണെന്നോ ഒരു വിവരവും ലഭ്യമല്ല. ഇരുവരും അടുത്തിരുന്നുവെന്നും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഡേറ്റിംഗിലായിരുന്നുവെന്നും കാലങ്ങളായി തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു വരുണ്. സിനിമാ നിർമ്മാണത്തിലും ഒരു സമയത്ത് സാന്നിധ്യം അറിയിച്ചിരുന്നു. 2014 അവസാനത്തിലാണ് ഇരുവരും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നത്. തൊട്ടു പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ച തൃഷ വിവാഹ നിശ്ചയം ഉടനടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. 2015 ജനുവരി 23-ന് വിവാഹ നിശ്ചയം നടന്നു. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങായിരുന്നു അത്. എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തിയില്ല. മാസങ്ങൾക്ക് ശേഷം വിവാഹം വേണ്ട എന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. അക്കാലത്ത് നിരവധി സിദ്ധാന്തങ്ങൾ പ്രചരിച്ചിരുന്നു എങ്കിലും വിവാഹ നിശ്ചയം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് തൃഷ പിന്നീട് സ്വന്തം വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. 2015 മെയ് മാസത്തിൽ ദമ്പതികളുടെ വേർപിരിയലിനെ
കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ശക്തമായിരുന്നു. സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾക്കെതിരെ തൃഷ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സന്തോഷവതിയും സിംഗിളും നന്ദിയുള്ളവളും എന്നായിരുന്നു തൃഷ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പിന്നീട് മറ്റൊരു അഭിമുഖത്തിൽ വരുണുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണവും തൃഷ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് എന്നോട് അഭിനയം നിർത്താൻ ആവശ്യപ്പെട്ടു. സിനിമയ്ക്ക് പകരം എന്റെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പൂർണ്ണ വിരാമമിടുവാൻ ഞാൻ തീരുമാനിച്ചു. ഗർഭിണിയാകുമ്പോൾ മാത്രമേ ഞാൻ ഒരു ഇടവേള എടുക്കുകയുള്ളൂ. എനിക്ക് പ്രധാന വേഷങ്ങൾ വാഗ്ദാനം ചെയ്തില്ല എങ്കിലും എന്റെ ഇമേജിന് അനുയോജ്യമായ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് മാറില്ല. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ അഭിനയിക്കും എന്നതായിരുന്നു എന്റെ ആഗ്രഹം. ഇതായിരുന്നു തൃഷയുടെ മറുപടി. അതേസമയം വിജയിനെയും തൃഷയെയും കുറിച്ച് നടി കുട്ടിപ്പന്മിന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തൃഷ എന്റെ മകളെ പോലെയാണ്. തൃഷയെ ആളുകൾ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് പിന്നിലെ കാരണം എന്താകുമെന്ന് ഇവരെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? ഒരു പെണ്ണ് കാരണം മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. തൃഷയെ മാത്രം കുറ്റപ്പെടുത്തുന്നു. രണ്ട് കൈകളും കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാവുകയുള്ളൂ. രണ്ടുപേര് സൗഹൃദത്തിന്റെ പുറത്ത് ഒരുമിച്ച് കാറിൽ പോയത് എന്ത് തെറ്റാണ് കാണുന്നത്? മുഖ്യമന്ത്രിയായ വിജയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം സാധാരണ ജീവിതം നയിക്കുന്നു എന്നതാണ്. പിറകിൽ നിന്ന് ചതിക്കുന്നില്ല. മറ്റുള്ളവർ ഒളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നാടിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ആ സമയം കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ. അമേരിക്കയിലും സിംഗപ്പൂരിലുമെല്ലാം എല്ലാ മന്ത്രിമാരും അങ്ങനെയാണ്. സിംഗപ്പൂർ പ്രധാനമന്ത്രി സൈക്കിൾ ഓടിച്ചു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ജീവിതമുണ്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം ജീവിതമേ ഇല്ലാതാകുന്നില്ല. അവർ തമ്മിൽ ഇപ്പോൾ സ്നേഹബന്ധമോ എന്തുണ്ടെന്നും നമുക്ക് അറിയില്ല. എന്നാൽ ഗില്ലി സിനിമ ചെയ്യുന്ന കാലത്ത് അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ചന്ദ്രശേഖർ സാറ് അത് എതിർക്കുകയായിരുന്നു. കല്യാണം നടന്നില്ല. രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. വിജയും വിവാഹബന്ധം പിരിയുവാൻ കാരണം തൃഷയാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്താണ് തൃഷ വീണ്ടും വിജയ്ക്കൊപ്പം അഭിനയിച്ചത്. അതിനിടയിൽ അവർ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. സംഗീതയും വിജയും അകന്നിട്ട് 5-6 വർഷമായി. പിന്നെ എന്തിനാണ് തൃഷയെ കുറ്റപ്പെടുത്തുന്നതെന്നും കുട്ടിപ്പന്മി ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംഗീത സ്വർണ്ണലിംഗം ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ പലതരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു വിഭാഗം തലപുകഞ്ഞ് ആലോചനയിലാണ്. ഇത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും സംഗീത എന്തുകൊണ്ട് വിവാഹമോചനം വേണ്ട എന്ന് തീരുമാനിച്ചു എന്നതാണ് പലപ്പോഴും ചിന്താകുഴപ്പത്തിലാക്കുന്നത്. 5 വർഷത്തിൽ ഏറെയായി നടന്റെ വിവാഹേതര ബന്ധം കാരണം അകൽച്ചയിലായിരുന്നു സംഗീത. മാതാപിതാക്കൾക്കൊപ്പം ലണ്ടനിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. എന്നാൽ സംഗീത ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ ശക്തമായ ലക്ഷ്യം ഉണ്ട് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അവകാശവാദം. വിവാഹമോചനം സംഭവിച്ചാൽ തൃഷയുമായുള്ള വിജയുടെ വിവാഹം നടന്നേക്കും. എന്നാൽ സംഗീത വിവാഹമോചനം നൽകാതെ പക്ഷം തൃഷയെ നിയമപരമായി ഭാര്യയായി സ്വീകരിക്കാൻ വിജയ്ക്ക് കഴിയുകയുമില്ല. എന്നാൽ എല്ലാം വേണ്ട എന്ന് വെച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സംഗീതയ്ക്കൊപ്പം ജീവിക്കാമെന്ന് കരുതിയാൽ അതും വിജയ്ക്ക് സാധ്യമാകില്ല. പക്ഷേ ഡിവോഴ്സ് സംഭവിക്കാതിരുന്നാൽ മരണം വരെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത മാത്രമായിരിക്കും. തൃഷയ്ക്ക് അപ്പോഴും ഹോം ബ്രേക്കർ ടാഗ് മാത്രമായിരിക്കും സഹോദരത്തിൽ ഉണ്ടാവുക. അതിനാലാണ് സംഗീത വിജയ്ക്ക് ചെക്ക് വെച്ചതെന്നാണ് വിവാഹമോചനം വേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലെ കാരണമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു നരേഷനും വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട് മാറ്റിവെച്ച് സംഗീത വിജയെ സ്വീകരിക്കുന്നത് കുടുംബത്തിന്റെ പ്രതിച്ഛായ കാക്കുവാനും മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങിയുമാണെന്ന് തമിഴ് കുടുംബാംഗങ്ങളിലെ സ്ഥിര കാഴ്ചയാണ് ഇതെന്നുമാണ് വേറെ ചിലർ പേർ കുറിക്കുന്നത്. ഭർത്താവ് ചതിച്ചാലും മറ്റു കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഇരയായ ഭാര്യ എല്ലാം മറന്ന് വീണ്ടും അയാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുമെന്നും അതാകും സംഗീതയ്ക്കും സംഭവിച്ചതെന്നും ചിലർ കുറിക്കുന്നുണ്ട്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത നിയമപരമായി നീങ്ങാതെ കേസ് പിൻവലിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം മാത്രം ശേഷിക്കെയാണ് സംഗീത വിവാഹമോചന ഹർജി ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നോ മുഖ്യമന്ത്രി ആകുമെന്നോ കരുതി കാണില്ല. എല്ലാം വിപരീതമായി സംഭവിച്ചപ്പോൾ മനസ്സ് മാറി സംഗീത തിരികെ വന്നതാകുമെന്നും കുറിക്കുന്നവരുമുണ്ട്.